ഹലോ, ഇന്ന് നമുക്ക് ഒരു ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി കലണ്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഭയങ്കര സിമ്പിളാണ്. ഞാനിതിൽ മെയിൻലി ഫോക്കസ് ചെയ്യണത് കിഡ്സിനെയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കലണ്ടർ ഉണ്ടാക്കുക അങ്ങനത്തെ പ്രൊജക്റ്റ് തരുമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു കലണ്ടർ കിഡ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കലണ്ടർ 2020 കലണ്ടർ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് പ്രിൻ്റ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 6 സെൻറ്റിമീറ്റേഴ്സ് ഓരോ കോളം വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വലായിട്ട് ലൈൻസ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലെങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. പെയിൻറ്റിങ് അറിയാത്തവർക്കും പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ബ്രഷ് പെൻസാണ്. ഇത് ബ്രഷ് പെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ വാട്ടർ കളർ വെച്ചിട്ട് ഇതേപോലെ ഒരു ക്ലിങ് റാപ്പിൽ പല തരത്തിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് വേണം എപ്പോഴും, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അത് ചെയ്യുക. പിന്നെ ഇതിന് വേണ്ടത് സ്പ്രേയറാണ്. ഒരു ചെറിയ സ്പ്രേയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നന്നായിട്ട് ഈ ക്ലിങ് റാപ്പിൽ വരച്ചതിന് ശേഷം, അല്ലെങ്കിൽ വാട്ടർ കളർ ആണെങ്കിൽ ആക്കിയതിന് ശേഷം സ്പ്രേയർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമാക്കുക. ഈ വെള്ളമാക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഈ കളേഴ്സ് വേണ്ടത് അവിടേക്ക് ഈ ക്ലിങ് റാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് വിരലുകൊണ്ടൊന്ന് തട്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ തന്നെ നല്ലൊരു കളറായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ്, പല തരത്തിലുള്ള പല കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഈ പേപ്പറിൽ കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് പെയിൻറ്റിങ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണിത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മൾ വരച്ച അതല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത പോലെ തന്നെ ഒരു പേപ്പറായിട്ട് ഇത് മാറും. ഇനി ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ചാർട്ട് പേപ്പറിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഇതേപോലെ സെയിം ലെങ്ത്തുള്ള സ്ക്വയേഴ്സ്, അത് 6 സെൻറ്റിമീറ്റേഴ്സ് ആയിരുന്നു ഞാൻ കട്ട് ചെയ്ത സ്ക്വയർ. അപ്പോൾ അതേ 6 സെൻറ്റിമീറ്ററുള്ള സ്ക്വയേഴ്സ് വരയ്ക്കാം. വരച്ചിട്ട് ഇപ്പം ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുള്ള കോളംസിൽ മാത്രമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുള്ളൂ. എല്ലാ മാസങ്ങളും ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ പ്രിൻ്റ് എടുത്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വൈറ്റ് കളർ എവിടെയെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം പെയിൻറ്റിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവിടെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലൊരു ഭാഗത്ത് ഒരു ഏരിയയിൽ മാത്രം ഞാൻ പിക്ചേഴ്സ് ഒന്നും ഒട്ടിക്കുന്നില്ല. അവിടെ ഞാൻ 2020 എന്ന് എഴുതാണ്. കലണ്ടറല്ലേ, അപ്പോൾ ഇയറിൻ്റെ ഇത് വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് എഴുതാണ്. ബാക്കിയുള്ളതിലൊക്കെ ഞാൻ ആനിമൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഡിക്കോപ്പേഷൻ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഇതിനെ കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് റെഡ് ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് നന്നായിട്ട് ഫിക്സ് ആവണം. ഞാനിപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നന്നായി ഫിക്സ് ആയതിനു ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഷേപ്പിൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു കലണ്ടറാണ്. അതായത് ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ടൊരു ബുക്ക് പോലെ ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കലണ്ടറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കിഡ്സ് പ്രൊജക്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കലണ്ടറാണ്. നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് ഒരു പ്രിൻ്റ് മാത്രമാണ് കലണ്ടറിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു DIY ആയിട്ട് കാണാം.